കൊയിലാണ്ടി നടന്ന ജില്ലാ സ്കൂൾ യുവജനോത്സവ ദൃശ്യങ്ങൾ മൊത്തം 22 വേദികളായി നടത്തുന്നുണ്ട്. അതിലൊരു വേദിയായ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രണ്ടും ടീമിനെ സെറ്റാക്കി പോലെ എടുക്കണം. അത് സഹാറ ഇവിടെയുള്ള സഹാറ 9 സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇപ്പോ 3 ഫസ്റ്റും 1 സെക്കൻഡും 2 തേർഡും. നാളെ പ്രേമമാഷ് എല്ലാം വളരെ കലാമന്ദിരം ആണ് മാഷാണെല്ലാം. സഞ്ജരധര സുധാ മധുര ധ്വനി മുഖരിത മോഹന വംശം ചലിതൃഗഞ്ചല ചഞ്ചല മൗലി കപോല വിലോല വദം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം രാസേ. പിന്നെ പാലക്കാട് പ്രേമരാജ് മാഷ് സംഗീതം നൽകിയ ഒരു ഇതുണ്ടായിരുന്നു സംസ്കൃത, അതിൻ്റെ 2 വരി വിളിക്കുന്നുണ്ട്. നിങ്ങളൊന്നും നിദ്രാവിഹീനം സ്ഥിതാ ത്വം പ്രതീക്ഷോഹം തേ മണിമണ്ഡപേ മൃണാളവാടികായ മൃണാളവാടികായ നീലയാമിനി നിരുപമമോഹിനി നിദ്രാവിഹീനം സ്ഥിതാ നിദ്രാവിഹീനം സ്ഥിതാ. ഇതൊരു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് ഞാൻ 9 ഐറ്റം പങ്കെടുത്തിരുന്നു. പാലക്കാട് ജീവിതത്തിലാണ് പഠിക്കുന്നല്ലേ? മാഷിന്റെ പദവിയിൽ എനിക്ക് മൈക്ക് എടുത്തുണ്ടായിരുന്നു. എന്താ പറയാ, ഇതെടുത്താലോ, ഇല്ല മൈക്ക് എടുത്താലോ, റിപ്പോർട്ടേഴ്സ് ഒക്കെ നോക്കുന്നു. എന്തായാലും കൊയിലാണ്ടിൽ നടന്ന പരിപാടി കലോത്സവം നല്ല ഗംഭീരമായി, സൗണ്ട് പറഞ്ഞു, അടിപൊളിയായി. ഇത്രയും ജനക്കൂട്ടം കൊയിലാണ്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് ഓണല്ലോ. നിന്നോ ഇതൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാവോ? ഓണാക്കുക ഡാൻസ് എന്നാൽ പിന്നെ ഒരു 2 സെക്കൻഡ് ഒന്ന് ഡാൻസ് സോങ് വെക്കണം. പാടുന്ന ഡാൻസ് കളിച്ചോ? എല്ലാവരും ഒന്നിനെ ചെയ്യണ്ടല്ലോ, ഡാൻസ് കളിച്ചോ? എന്തായാലും പ്രാക്ടീസ് ചെയ്തല്ലേ അല്ലേ? സോങ് വെക്കണോ? സോങ് കളിച്ചോ? സോങ് വേണോ? എന്നാ പിന്നെ കളിച്ചോ. പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാം ക്യാൻസൽ ആയി പോയതാ. ഇന്നലെയായിരുന്നു ഐറ്റം. അപ്പോൾ വയനാട്ടിൽ നിന്ന് സാധനം എത്തിയില്ല. അപ്പോൾ ഞങ്ങളെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു.
രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ പറ്റി. സ്റ്റെപ്പ് ചെയ്തു. അതിന്റെ സ്റ്റെപ്പ് ഗ്രൂപ്പ് ഡാൻസ് അതിനെല്ലാവരും വേണം. താങ്ക് യു വെരി മച്ച്. പാട്ടായിരുന്നു കുറച്ചങ്ങോട്ട് നിൽക്കണം. കുറച്ച് അടുത്ത് പിടിച്ചോ, അടുത്ത് പിടിച്ചോ. പാട്ടല്ലേ? സ്കൂൾ ഏതായിരുന്നു? സെന്റ് ഫ്രാൻസിസ്. ഏതാ? എവിടെയത്? കോഴിക്കോട്. പേരാണ്. ഓക്കെ. സെന്റ് ഫ്രാൻസിസ്. ആണോ? രണ്ടുപേരും 5 വരെ കിട്ടുന്നില്ല. പാടിക്കോ. ഞങ്ങള് പാടിയത്. റെഡി 1 2 റെഡി 1 2 3 4. നവഭാരതത്തിൻ ശില്പികൾ നമ്മൾ നവഭാവനയുടെ തേനാളി. ഭാരതഭൂമി സ്വപ്ന സമാഗമ ഭൂമി. നവഭാരതത്തിൻ ശില്പികൾ നമ്മൾ നവഭാവനയുടെ തേനാളി. നിറങ്ങൾ കൊണ്ടൊരു കൊട്ടാരം, നിറഭേദമില്ല മനുഷ്യത്വം. മതിലുകളില്ല മനസ്സിൽ നമ്മൾ ഒരൊറ്റ ജാതി ഒരേ മതം, ഒരൊറ്റ ജാതി ഒരേ മതം. വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം. ബലമണികൾ വള്ളിയിൽ ഭാരതമണ്ണിൽ നമ്മൾ സഹോദരൻ. ഒരേ സ്വരക്കാർ ഇന്ത്യക്കാർ, ഒരേ സ്വരക്കാർ ഇന്ത്യക്കാർ. രഘുപതി രാഘവ രാജാറാം, പതിത പാവന സീതാറാം, 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 പതിത പാവന സീതാറാം. സ്വതന്ത്ര ഭാരത മണ്ണിൽ നമ്മൾ മഹാത്മജിയെ സ്മരിക്കുമ്പോൾ അഭിമാനത്തിൻ ആവേശത്തിൽ നെഞ്ചിൽ ജനഗണ പാടുന്നു, ഇടനെഞ്ചിൽ ജനഗണ പാടുന്നു. ഭാരത മണ്ണിൽ പോർക്കളത്തിൽ ജീവത്യാഗം ചെയ്തവരെ നിങ്ങൾ കൊളുത്തിയ ജാലകളെന്നു കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം, വന്ദേ ഭാരതം. ജാതിമതാന്തതയില്ല നമ്മിൽ, വർണ്ണവിവേചനമില്ല, വിഭജനമില്ല, വിഘടനമില്ല, സാഹോദര്യം മാത്രം, സാഹോദര്യം. ഒരേ വികാരം, ഒരേ വിചാരം, നമ്മുടെ മാതൃഭൂമി, നമ്മുടെ
നമ്മുടെ മാതൃഭൂമി. ഭാരതം 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 സമത്വ സുന്ദര ഭാരത മണ്ണിൽ മൂവർണ്ണക്കൊടി പാറുമ്പോൾ ഒരേ മനസ്സിൽ ഒരേ സ്വരത്തിൽ ചേർന്ന് വിളിക്കാം ജയ് ഹിന്ദ്, ചേർന്ന് വിളിക്കാം ജയ് ഹിന്ദ്, ചേർന്ന് വിളിക്കാം ജയ് ഹിന്ദ്. വളരെ നന്നായിട്ട് എന്താണ് ഇത് റിസൾട്ട് എങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടില്ല അല്ലേ? അത് വെരി ബെസ്റ്റ്. നമുക്ക് ആ കുട്ടികളെടുത്ത് പോകാം. നമ്മുടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തന കാര്യങ്ങൾ? നല്ല പ്രവർത്തനമായിരുന്നു. ഇന്ന് മിനിയാന്നായിരുന്നു നല്ല കുട്ടികൾ നല്ല തലകറങ്ങി വീഴുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോട്ടറി ക്ലബിൻ്റെ അതെ റോട്ടറി ക്ലബിൻ്റെ റോട്ടറി ക്ലബും ആസ്റ്റമിൻസൊക്കെ കൂടിയുള്ള മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ സപ്പോർട്ടിനും പോകുന്നത് ഈ വണ്ടി തന്നെയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? എല്ലാ മെഡിസിനും എല്ലാം ഒരു പേഷ്യൻ്റ് കയറി കഴിഞ്ഞാൽ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള എല്ലാ ഡോക്ടറുണ്ട്, 2 സ്റ്റാഫും ഉണ്ട്. ഞങ്ങൾ 4 പേരാണ് എമർജൻസി എന്ത് ചെയ്യാനുള്ള വിനീത സ്കൂൾ ഏതാ? കോഴിക്കോട്. ഇത് അവതരിപ്പിച്ചിട്ടുള്ള കഴിച്ചോ? ഏതായിരുന്നു പാടി? എന്താ ചെയ്തത്? ദേശഭക്തിയാണ്. ഒന്ന് ഞാൻ ചോദിച്ചു ഒന്ന് ആലോചിക്കാമോ? മാഷ് മാറിക്കും. എങ്ങനെയാണ് നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്തത്? അതുപോലെ തന്നെ ഇരുന്നു. നിങ്ങളെ റിസൾട്ട് വന്നില്ലല്ലോ അല്ലേ? അത് സെൻറ്ററിൽ വെച്ചാൽ മതി വെച്ചോ. മധുമയ ദേശം ഹരിത ചരിത ഗരിമ പകരും അനുപമ തീരം മഹിത വരദ ശുഭത കരള മധുമയ ദേശം ഹരിത ചരിത ഗരിമ പകരും അനുപമ തീരം പ്രചണ്ഡ ഭാവത്തിന്റെ സാഗരത്തിരകള മിന്നിത്തുടിക്കുന്ന ദേശം ഭാരതം 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 സീതയാ ഗീതയാ മന്നന്തരത്തിന്റെ ഗാഥകൾ പാടുന്ന ദേശം എന്റെ നെഞ്ചകത്താടതിൻ സ്ഥാനം എന്റെ ശ്വാസനാളത്തിന്റെ നാദം എന്റെ ജീവന്റെ ജീവനാം ദേശം ഭാരതം ഭാസുരം പാവനം സ്വാതന്ത്ര്യത്തിൻ വർണ്ണ പതാകകൾ വാരിയുയർന്നൊരു നാൾ ഗാന്ധി ജയിച്ചൊരു നാൾ ഇന്ത്യ ചിരിച്ചൊരു നാൾ ഉപ്പിലുണർന്നൊരു നാൾ ഉപ്പുമുറുക്കിയ നാൾ ധീരന്മാരുടെ ഇതിഹാസങ്ങൾ ഞങ്ങൾ പാടുന്നു ത്യാഗോജ്വലമാം സമരപഥങ്ങൾ വീറിപ്പുകയുന്നു ഝാൻസി റാണി ചന്ദ്രശേഖർ ആസാദ് വീര ഭഗത് സിംഗായി ഗോഖലയായി തിലകനായി പടപൊരുതി നേടിയ സ്വാതന്ത്ര്യം ഇവിടെയൊരു പുതിയ ഭൂമിതൻ സൗരഭം പടപൊരുതി നേടിയ സ്വാതന്ത്ര്യം ഇവിടെയൊരു പുതിയ ഭൂമിതൻ സൗരഭം സിന്ധു നർമ്മദ യമുന ഗംഗ ഭാരത പുഴകൾ വന്യമരതക കാരണങ്ങൾ ഗിരികിരീടങ്ങൾ കാളിദാസൻ സ്വാതി തിരുനാൾ കബീർ പാടും
ചരണം നിരവധി സുമസുരഭില നിരയ പലജനതത്തിലൊരു ചരണം നിരവധി സുമസുരഭില നിരയ കുരുക്കുന്ന സ്നേഹത്തിൻ പുളകമാലം കുറിക്കുന്നു ലോകത്തിനൊരു ഗീതകം തനന തനന തന തന ധീര ധീരന തനന ധീം തനന തനന ധനന ധനനി തനന ധീം തനന തനന ധനന തനന ധീം തനന ധനന ധനധീ കലകൾ തൻ കലവറണി കഥകളിയായി കഥക്കിലെ ചീലം പോലെ നീ തമിഴ് മൊഴി ചിന്തിലെ ഭരതനാട്യത്തിന്റെ ജതികത മൃദംഗധ്വനി മധുരിത ഹംസധ്വനി ലല്ലല്ലല്ലാ ലല്ലല്ലല്ലല്ലല്ലാ ലല്ലല്ലല്ലല്ലാ ഒരു പൂവനിയിൽ പല പല ബന്ധം ചുമയും പൂക്കളാണു നാം കലഹ കലുഷമതിനൊരു മയിലെതിരിടും വിജയഗാഥന ഈ ഭാരത മണ്ണിൻ ഭാവി കുറിക്കും തൂലികയാണു നാം നവയുഗ പെരുമയിലൊരുകിടും ഒരു നവ ദേശഗീതമാൻ ജയതി ജനനി महित शुभद वरदे जयति जननी महित शुभद वरदे महित शुभद वरदे जयति जयति जय जननी आसुर धरणी वन्दे मातरं वन्दे मातरं वन्दे मातरं വളരെ നന്നായിട്ട് ആലോചിച്ചു. നിങ്ങളെ പഠിപ്പിച്ച സാറിൻ്റെ പേരെന്താ? അദ്ദേഹമാണോ? സാർ രണ്ടു വാക്ക്. ഞങ്ങളെല്ലാ വർഷവും സംഘഗാനം ദേശഭക്തിഗാനം ഇവിടെ വരാറുണ്ട്. ഈ വർഷം ദേശഭക്തിഗാനം മാത്രമേ എത്തിയിട്ടുള്ളൂ. വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഇവർ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ട്. സെൻറ് മൈക്കിൾസ് കോഴിക്കോട് അല്ലേ? അതെ അതെ. നമ്മുടെ കൂടെ ഇപ്പോൾ റിട്ടയർഡ് DO ചന്ദ്രൻ സാറുള്ളത്. നമുക്ക് ചന്ദ്രൻ സാറോട് ഇത്തവണത്തെ കലാപരിപാടിയെ പറ്റിയുള്ള കലോത്സവത്തെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം. ജില്ലാ കലോത്സവം മൊത്തത്തിൽ നല്ലതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കൊയിലാണ്ടിയിൽ കോഴിക്കോട് ജില്ലാ കലോത്സവം നടക്കുന്നത്. അനേകം കുട്ടികളും പല സ്കൂളുകളിൽ നിന്ന് വിവിധ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുന്നതാണ് ഈ കലോത്സവം. ഒരു ഉത്സവം തന്നെയാണത്. മത്സരിക്കുന്നവർ മാത്രമല്ല, കുടുംബങ്ങളും എല്ലാം ഒന്നിച്ച് വന്ന് ഈ ആസ്വദിക്കുന്ന ഒരു കല തന്നെയാണിത്. നമ്മുടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. ഇവിടെ ചെറിയ ജഡ്ജ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ മറ്റൊരു പ്രയാസവും ഈ പങ്കാളികൾക്കോ നമ്മൾ ഈ പരിപാടികൾ പങ്കെടുക്കുന്ന കുട്ടികൾക്കോ അവരെ കൊണ്ടുവരുന്ന അധ്യാപകർക്കോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നല്ല ഭക്ഷണമായിരുന്നു. ഈ 4-5 ദിവസവും രുചികരമായ ഭക്ഷണം ആണ് ഇവിടെ. 7000-ഓളം ആളുകൾ ഒരു ദിവസം വന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഈ 5 ദിവസവും ഒരു പ്രയാസവും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ആ വിഭാഗം നടന്നു. പ്രോഗ്രാം അത് തന്നെ വിവിധ സ്റ്റേജുകൾ ഇടതടവില്ലാതെ രീതിയിൽ പോകും. പിന്നെ ഒരു തടസ്സം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപകർ ആദ്യം സ്റ്റേജ് കയറാതെ മാറി നിൽക്കുന്ന ഒരു പ്രവണത പണ്ട് മുതൽക്കുള്ളതാണ്. അത് ആ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണെങ്കിലും ആ ക്ലസ്റ്ററിൽ വന്ന് നറുക്കെടുക്കുന്നതിന് വിമുഖത കാണിച്ച് മാറി നിൽക്കുകയും അവസാനം സ്റ്റേജ് പെർഫോം ചെയ്തിട്ട് റിസൾട്ട് വാങ്ങുക എന്നുള്ള ഒരു സാമ്പ്രദായികമായ ശൈലിയിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും പോകുന്ന ഒരു കാര്യമുണ്ട്. അത് മാറേണ്ടത് തന്നെയാണ്. കാരണം എപ്പം സ്റ്റേജ് കയറിയാലും കുട്ടികളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള ഒരു ബോധം സ്കൂളിലെ അധികാരികൾക്കും കുട്ടികൾക്കും ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും അത് അന്തിമമായിരിക്കും. അത് അംഗീകരിക്കാൻ നമ്മൾ മത്സരാർത്ഥികൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം എന്തിനും നമുക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രൈസ് കിട്ടും എന്നുള്ളൊരു ധാരണ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ വിധികർത്താക്കൾക്കറിയാം എവിടെയൊക്കെയാണ് മൈന്യൂട്ടായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നത് സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടാണ് അവർ ചെയ്യുക. ഇനി അഥവാ അങ്ങനെ റിസൾട്ടിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം നേരെ സ്റ്റേജ് കയ്യേറുക, ആ പ്രശ്നങ്ങൾ അത് അലങ്കോലമാക്കുക എന്നുള്ള ഒരു പ്രവണതയാണ്. അത് രക്ഷിതാക്കളായാലും അധ്യാപകരായാലും കുട്ടികളായാലും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് ഒരു മാറ്റം വരണം. കാരണം നമുക്കൊരു റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ
നമുക്ക് ചെയ്യാനുള്ള ഒരു പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് നേരെ അപ്പീലിൽ പോവുക, മറ്റൊന്ന് കോടതിയിൽ പോകാം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളുടെ കേസറ്റ് പരിശോധിച്ച് നോക്കിയിട്ട് കൃത്യമായി ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കോടതി വിലയിരുത്തിയിട്ട് ആ കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലൊക്കെ പോകാനുള്ള അവകാശങ്ങളുണ്ട്. അതിന് കോടതി വിധിക്കുകയും ചെയ്യും. അല്ലാതെ നേരെ സ്റ്റേജിൽ വന്ന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളും അവരെ കൊണ്ടുവരുന്ന അധ്യാപകരും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ ചോദ്യമില്ല, വളരെ കൃത്യമായ വിശകലനമാണ് സാർ തന്നത്. താങ്ക് യു. കുറഞ്ഞ ആളുകൾക്ക് മാത്രം പക്ഷേ ഓർമ്മയുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിലെ സുവർണ്ണ ജൂബിലി കലോത്സവം നടന്നപ്പോൾ